ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് 2025 ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം. ജനുവരി 15 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു എക്സാമിനും കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വാർഷിക റിപ്പോർട്ട് 2023-24 അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നാട് കടത്തിയത് ഏത് രാജ്യത്തെ പൗരന്മാരെയാണ്? അപ്പോൾ ഇന്ത്യയിൽ നിന്ന് നാട് കടത്തിയത് ഏറ്റവും കൂടുതൽ ഏത് പൗരന്മാരെയാണ്? ഏത് രാജ്യത്തെ പൗരന്മാരെയാണ്? നൈജീരിയ എന്ന രാജ്യത്തെ പൗരന്മാർ. നൈജീരിയക്കാരെയാണെന്ത് ഏറ്റവും കൂടുതൽ നാട് കടത്തിയത്. അപ്പോൾ നമ്മൾ 2023-24 2331 പേരെ വിദേശികളെ നാട് കടത്തിയിട്ടുണ്ട്. അതിൽ 1470 പേരാണ് നൈജീരിയക്കാരാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ISROയുടെ PSLV C60 സ്പാഡെക്സ് ദൗത്യത്തിൻ്റെ പോയം 4 മൊഡ്യൂൾ ഏത് തീയതിയിലാണ് വിക്ഷേപിച്ചത്? എന്നാണത്? 30 ഡിസംബർ 2024 അതേപോലെ അടുത്തത്, ഏത് രാജ്യമാണ് ആദ്യമായി പുതുവർഷം ആഘോഷിക്കുന്നത്? അല്ലേ, ഏത് രാജ്യമാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? പുതുവർഷം ആഘോഷിക്കുന്നത് ആരാണ്? കിരീബത്തി ദ്വീപാണ് ഏറ്റവും ആദ്യം പുതുവർഷം ആഘോഷിക്കുന്നത്. അടുത്ത ചോദ്യം, സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപനം നടക്കുന്ന എവിടെയാണ്? ആറന്മുള. അടുത്ത ചോദ്യം, സിഡ്നി ലാൻഡ് മാതൃകയിൽ വിനോദസഞ്ചാര പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണത്? ആതിരപ്പള്ളി. അടുത്ത ചോദ്യം, തൻവീൻ പിറന്നനാൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? യുവാ വാസുകി. അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. 2025 പ്രഥമ വേഴ്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ്. അടുത്ത ചോദ്യം, അടുത്തിടെ SWAR സ്പീച്ച് ആൻഡ് റിട്ടൺ അനാലിസിസ് റിസോഴ്സ് എന്ന പ്ലാറ്റ്ഫോം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്താണ്. എന്താണ് ഈ സംഭവം? അതായത് പ്രത്യേകിച്ച് ഭാഷയോ സാങ്കേതിക തടസ്സങ്ങളോ നേരിടുന്ന പൗരന്മാർക്ക് തടസ്സമില്ലാതെ സംഭാഷണ തിരിച്ചറിയാൻ പ്രാപ്തമാക്കുന്ന ഭാഷിണി എന്ന AI സംവിധാനത്തെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു. അപ്പം ഇതിനായിട്ട് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ഏതാണ്? AI പ്ലാറ്റ്ഫോമാണ് അല്ലേ. അതിന് ഉപയോഗിക്കുന്നതിൻ്റെ ഭാഷിണി എന്ന AI സംവിധാനമാണ് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഹരിവരാസനം അവാർഡിന് അർഹനായത് ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. അപ്പം ഹരിവരാസനം പുരസ്കാരം എന്ന് പറഞ്ഞാൽ എത്രയാണ് പൈസ? 1,00,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് ഈ അവാർഡ് എന്ന് പറയുക. ഇനി ഇത് കൊടുക്കുന്ന എവിടെയാ? മകരവിളക്ക് നാളിൽ കൈതപ്രത്തിന് ശബരിമല സന്നിധാനത്ത് വെച്ചാണ് ഈ അവാർഡ് എന്ത് ചെയ്യുന്നത്? ദേവസ്വം മന്ത്രി വാസവൻ VN വാസവനാണ് നൽകുന്നത്. അടുത്ത ചോദ്യം, 2024 വനിതാ ലോക ബ്രിഡ്ജ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ WGM വൈശാലി നേടിയ മെഡൽ ഏതാണ്? അപ്പം വൈശാലി നേടിയ മെഡൽ വെങ്കല മെഡലാണ് നേടിയത്. അടുത്ത ചോദ്യം, ഏത് മന്ത്രാലയമാണ് 2025 പരിഷ്കാരങ്ങളുടെ വർഷം ആയിട്ട് ആചരിക്കുന്നത്? ഏതാണ്? പ്രതിരോധ മന്ത്രാലയം. അങ്ങനെ ആചരിക്കാനുള്ള കാരണം വെച്ചാൽ 2025 സൈബർ, സ്പേസ് തുടങ്ങിയ പുതിയ ഡൊമൈനുകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഹൈപ്പർസോണിക്, റോബോട്ടിക്സ് തുടങ്ങിയ ഇതിലൊക്കെ 2025 ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യും? കൊടുക്കും. അപ്പോൾ സൈബർ സ്പേസ്, AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഹൈപ്പർസോണിക്, റോബോട്ടിക്സ് ഇതിനൊക്കെ എന്ത് ചെയ്യും? പ്രതിരോധ മന്ത്രാലയം 2025 ഇമ്പോർട്ടൻസ് കൊടുക്കും. അതുകൊണ്ട് തന്നെ 2025 പരിഷ്കാരങ്ങളുടെ വർഷമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ പ്രതിരോധ മന്ത്രാലയം. അടുത്തത്, ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജൻസ് എന്ന പേരിൽ ഒരു പുസ്തകം 2024 ജനുവരി 2 ന്യൂഡൽഹിയിൽ ആരാണ് പ്രകാശനം ചെയ്തത്? അപ്പം നമ്മുടെ ആഭ്യന്തര സഹമന്ത്രി അമിത്ഷായാണ് എന്ത് ചെയ്തത്? ആ ബുക്ക് പ്രകാശനം. ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജൻസ് എന്ന ആ പുസ്തകം പ്രകാശനം ചെയ്താരാണ്? നമ്മുടെ അമിത്ഷായാണ്, ആഭ്യന്തര സഹമന്ത്രിയാണ്. അടുത്ത ചോദ്യം, 2025 ജനുവരി 1 ഇന്ത്യ എയർഫോഴ്സ് വെസ്റ്റേൺ എയർ കമാൻഡിൻ്റെ മേധാവിയായി ചുമതലയെടുത്ത ആരാണ്? എയർ മാർഷൽ ജിതേന്ദ്ര മിശ്ര. ഇന്ത്യയുടെ എയർഫോഴ്സ് വെസ്റ്റേൺ എയർ കമാൻഡർ മേധാവിയായിട്ട് എന്ത് ചെയ്യുന്നത്? ചുമതലയേറ്റത് ആരാണ്? എയർ മാർഷൽ ജിതേന്ദ്ര മിശ്രയാണ്. അടുത്ത ചോദ്യം, 2025-26 വരെ നീട്ടിയ
പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയുടെ ലക്ഷ്യം എന്താണ്? അപ്പം പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന അത് അപ്പം ഏതാണ് നീട്ടിയത്? പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയാണ് നീട്ടിവെച്ചത്. അതിൻ്റെ കാലാവധി എത്ര വരെ നീട്ടിവെച്ചത്? 2025-26 വരെ നീട്ടിവെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? പ്രകൃതി ദുരന്തങ്ങൾക്കെതിരെ കർഷകർക്ക് റിസ്ക് കവറേജ് നൽകുന്നതിനാണ് ഇതിൻ്റെ ഉദ്ദേശം. പ്രകൃതി ദുരന്തങ്ങൾക്കെതിരെ കർഷകർക്ക് റിസ്ക് കവറേജ് നൽകുന്ന പദ്ധതിയാണിത് പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജന. അത് നീട്ടിവെച്ചിട്ടുള്ള കാര്യവും ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, CRPFിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? CRPFിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? വിതുൽ കുമാറാണ്. വിതുൽ കുമാർ. അടുത്ത ചോദ്യം, അടുത്തിടെ സ്ഫോടനം സംഭവിച്ച ഹവായിയിലെ അഗ്നിപർവ്വതം ഏതാണ്? ഹവായിയിലെ അഗ്നിപർവ്വതം ഏതാണ്? അപ്പോൾ അത് കിലൗവയാണ്. കിലൗവ അതായത് സ്ഥിരമായി പൊട്ടിത്തെറിക്കുന്ന ലോകത്തിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിലൊന്നാണ് ഇത്, കിലൗവ. അടുത്ത ചോദ്യം, അടുത്തിടെ ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ ഏതാണ്? അതിൻ്റെ മോഡല് CR450 എന്ന ട്രെയിനാണ്. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ ഏതാണ്? CR450. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഡിസംബർ 29 ബീജിംഗിൽ അനാച്ഛാദനം ചെയ്ത CR450 മണിക്കൂറിൽ 450 കിലോമീറ്റർ വേഗത്തിൽ എന്ത് ചെയ്യും? സഞ്ചരിക്കുമെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ 23ാമത് ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്ത ആരാണ്? അല്ലേ, നമുക്കറിയാം ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്താണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിൻ നിതിൻ ജാംദാറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. പകരം ആരാണ് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നത്? ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പകരമാണ് അദ്ദേഹം എന്തത്? ആരിഫ് മുഹമ്മദിൻ്റെ പകരമാണ് അദ്ദേഹം കേരള ഗവർണറായി ചുമതലയേറ്റത്. ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങോട്ടാണ് പോയത്? ബീഹാറിൽ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നോണം. അപ്പം നമുക്ക് ആരിഫ് മുഹമ്മദിനായിരുന്നു നമ്മുടെ ഗവർണർ. അദ്ദേഹം ബീഹാറിലേക്ക് പോയി. പകരം ആര് വന്നു? നമുക്ക് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വന്നു നമ്മുടെ ഗവർണറായിട്ടുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം അല്ലേ, നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ. അപ്പം അത് 2024 ആർക്കൊക്കെയാണ് കിട്ടിയെന്ന് നോക്കിയേ? മനു ഭാക്കർ, ഹർമൻപ്രീത് സിംഗ്, ഗുഹേഷ്, അതേപോലെ പാരാ അത്ലറ്റിക്സിൽ പ്രവീൺ കുമാർ. അങ്ങനെ 4 പേർക്കാണ് കിട്ടിയത്. ഭാനു അക്തർ, ഹർമൻപ്രീത് സിംഗ്, ഗുഹേഷ്, അതേപോലെ പ്രവീൺ കുമാർ. ഇവർക്കാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം 2024 കിട്ടിയെന്ന കാര്യം ഓർക്കുക. ഈ പുരസ്കാരത്തിൻ്റെ പ്രത്യേകത എന്താ? ഇന്ത്യയുടെ പരമോന്നത കായിക ബഹുമതിയാണ് ഏത്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. ഒരുപാട് തവണ PSCക്കൊക്കെ നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യയുടെ പരമോന്നത കായിക ബഹുമതിയുടെ പേരെന്താണ്? ഏതാണ്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. അതേപോലെ ഇന്ത്യൻ കായിക രംഗത്ത് അവർ നൽകിയ മികച്ച സംഭാവനകളെ ആദരിച്ചാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. ഇനി ഒരു ഒളിമ്പിക്സ് പതിപ്പിൽ 2 മെഡലുകൾ നേടുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ അത്ലറ്റാണ് ആര്? മനു ഭാക്കർ. അടുത്ത ചോദ്യം, 2025 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? സ്വിറ്റ്സർലാൻഡാണ്. അപ്പം പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? സ്വിറ്റ്സർലാൻഡാണ്. അടുത്ത ചോദ്യം, ഏറ്റവും പുതിയ നാസ റിപ്പോർട്ട് പ്രകാരം അനുസരിച്ച് 2025 ജനുവരി 3 ഭൂമിയെ സമീപിക്കുന്ന 2 ചിഹ്നഗ്രഹങ്ങൾ ഏതെല്ലാമാണ്? 2024 YF7, 2024 YR9. ഇങ്ങനെ 2 ഗ്രഹങ്ങളാണെന്നത് ഭൂമിയുടെ ഏറ്റവും അടുത്ത് വരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വരുന്ന എവിടെയാണ്? സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരമാണ്. എന്തിനാണ് ഇത്? നമുക്കറിയാം, പൊള്ളലേറ്റ ആളുകൾക്ക് അല്ലേ, പൊള്ളലേറ്റ് പരിചരണത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട ഒരു സംരംഭമാണ് ഇത്, സ്കിൻ ബാങ്ക് എന്ന് പറയുക. അടുത്ത ചോദ്യം, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ CEO ആരാണ്? യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ CEO ആരാണ്? ഭുവനേഷ് കുമാറാണ്. ഭുവനേഷ് കുമാർ. അടുത്ത ചോദ്യം,
ചഷ്മ 5 എന്ന ആണവ നിലയം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ്. ചഷ്മ 5. അപ്പം ഇതിനെ സഹായിക്കുന്ന രാജ്യം ഏതാണ്? ചൈനയാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക. അപ്പോൾ പാകിസ്ഥാനിൽ ആണവ നിലയം വരാൻ പോകുന്നതാണ്. അതിൻ്റെ പേരെന്താണ്? ചഷ്മ 5 ആണ്. ഇതിനെ സഹായിക്കുന്ന രാജ്യമാരാണ്? സഹകരണ ആരുടെയാണ്? ചൈനയുടെയാണ്. അപ്പോൾ ഈ കരാർ പ്രകാരം 7-8 വർഷത്തിനുള്ളിൽ ചഷ്മ 5 എന്ത് ചെയ്യും? പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന കാര്യവും ഓർത്തിരിക്കുക. ചൈനയുടെ സഹായം 7-8 വർഷം. ഓക്കെ, അടുത്ത ചോദ്യം. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണം ഏതാണ്? NVS-02 ആണ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള 100ാമത്തെ മിഷൻ ഏതാണ്? NVS-03. അടുത്ത ചോദ്യം. അടുത്തിടെ HMPV വൈറസിൻ്റെ വ്യാപനം സ്ഥിരീകരിച്ച രാജ്യം ഏതാണ്? ചൈന. നമ്മളെല്ലാം കേട്ടതാണ്, ചൈനയാണ്. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ്. ഇതാണ് അതിൻ്റെ ഫുൾ ഫോം, ഓർത്തിരിക്കുക. അതേപോലെ അടുത്ത ചോദ്യം. 2025 ജനുവരിയിൽ അന്തരിച്ച ഉപ്പായി മാപ്ല എന്ന പ്രശസ്ത കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ച വ്യക്തിയാരാണ്? ജോർജ് കുമ്പനാടാണ്. ജോർജ് കുമ്പനാട്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, 63ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി ഏതാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. കലോത്സവം ഉദ്ഘാടനം ചെയ്തതാരാണ്? പിണറായി വിജയൻ സാറാണ് ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ചോദ്യം. കുട്ടികളിലെ നടത്ത വൈകല്യം പരിഹരിക്കുന്നതിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് ഗൈഡ് ട്രെയിനർ ആരാണ്? ജി ഗെയ്റ്റർ പീഡിയോട്രിക് എന്നാണ് പേര്. അപ്പം ജി ഗെയ്റ്റർ പീഡിയോട്രിക്സ് എന്നാണ് അതിൻ്റെ പേര്. അടുത്ത ചോദ്യം. ലൂയിസ് ബ്രെയ്ലിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ലോക ബ്രെയിൽ ദിനം ആചരിക്കുന്നത് ഏത് തീയതിയിലാണ്? എന്നാണ്? ജനുവരി 4-നാണ്. ജനുവരി 4. അപ്പം ഇതിന് UN-ൻ്റെ അംഗീകാരം കിട്ടിയത് 2018 നവംബറിലാണ് അല്ലേ? ഇങ്ങനെ നടത്താൻ ആരംഭിച്ചെന്ന് മുതലാണ്? ജനുവരി 4, 2019 മുതലാണ്. അപ്പം UN-ൻ്റെ അംഗീകാരം 2018 കിട്ടി. 2019 എല്ലാ വർഷവും എന്ത് ചെയ്യും? എല്ലാ വർഷവും ജനുവരി 4 എന്തായിട്ട് ആചരിക്കും? ലോക ബ്രെയിൽ ദിനമായിട്ട് ആചരിക്കും. അപ്പം എൻ്റെ ഉദ്ദേശം എന്താണ്? ആശയവിനിമയത്തിനുള്ള ഒരു മാധ്യമം എന്ന നിലയിലും അന്ധരുടെയും കാഴ്ച വൈകല്യമുള്ളവരുടെയും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക. അതാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്തിടെ അന്തരിച്ച ഒരു സസ്യശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? കാട്ടുങ്ങൽ സുബ്രഹ്മണ്യൻ മണിലാലാണ്. അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. ഹരിത GDP മാതൃക സ്വീകരിച്ച് വനങ്ങളുടെ പാരിസ്ഥിതിക സേവനങ്ങൾ സാമ്പത്തിക ചട്ടക്കൂട്ടിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. അപ്പോൾ ഹരിത GDP മാതൃക സ്വീകരിച്ച് വനങ്ങളുടെ പാരിസ്ഥിതിക സേവനങ്ങൾ സാമ്പത്തിക ചട്ടക്കൂട്ടിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. അടുത്തത്. അതിദരിദ്രരല്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദപരവുമായ നഗരത്തിനായി കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതിയുടെ പേരെന്താണ്? സമന്വയിയാണ്. സമന്വയി. അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ നടക്കുന്ന പദ്ധതിയാണിത്, സമന്വയി. ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? 60 വയസ്സിന് മുകളിലുള്ള എല്ലാ വയോജനങ്ങളും അതേപോലെ കിടപ്പിലായ എല്ലാ രോഗികളും അവരുടെ പ്രായം പരിഗണിക്കാതെ ഇതിൽപ്പെടും. അപ്പോൾ സമന്വയി എന്ന പദ്ധതി എന്താണ്? ദരിദ്രരല്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരത്തിനായി കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതിയുടെ പേരാണെന്ന്? സമന്വയി. അടുത്ത ചോദ്യം. അന്താരാഷ്ട്ര ഹിമാനി ദിനമായി UN ആചരിക്കാൻ തീരുമാനിച്ചതെന്നാണ്? മാർച്ച് 21-നാണ്. അന്താരാഷ്ട്ര ഹിമാനി ദിനം മാർച്ച് 21. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നോണം. അപ്പം 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഗ്ലേസിയർ പ്രിസർവേഷൻ എന്നാണ്. ഗ്ലേസിയർ പ്രിസർവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നോണം. 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം ഗ്ലേസിയർ പ്രിസർവേഷൻ എന്നാണ്. അതേപോലെ നോക്കി, ഉദ്ദേശം എന്താണ്? ആഗോള താപനം 1.5 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കുറയ്ക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. അടുത്ത് നോക്കി.
കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച സ്വകാര്യ മേഖലയുമായി ചേർന്ന് സ്ഥാപിക്കുന്ന 2020 മെഗാവാട്ടിന് താഴെ ശേഷിയുള്ള ആണവ റിയാക്ടർ, അതിൻ്റെ പേരാണ് ഭാരത് സ്മോൾ റിയാക്ടർ. അപ്പോൾ കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച സ്വകാര്യ മേഖലയുമായി ചേർന്ന്, അതാണ് ഇമ്പോർട്ടൻസ്, സ്വകാര്യ മേഖല എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം അതിൻ്റെ പേരെന്താണ്? ഭാരത് സ്മോൾ റിയാക്ടർ. അടുത്ത ചോദ്യം, ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ കൊടുമുടി കീഴടക്കിയ തിരുവല്ല സ്വദേശി ആരാണ്? സീന സാറ മന്നു. ഏത് മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കേരളത്തിൽ ഭാഗ്യക്കുറി എന്ന ആശയം ഉടലെടുത്തത്? ആയില്യം തിരുനാളാണ്. ആയില്യം തിരുനാൾ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായി ത്രീ ഗോർജസ് ഡാമിനേക്കാൾ വലിയ അണക്കെട്ട് ചൈന നിർമ്മിക്കാൻ ഒരുങ്ങുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ്. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ത്യക്ക് ഭീഷണി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ലോകത്തിലെ നിലവിലെ അണക്കെട്ട് ഏതാണ്? ത്രീ ഗോർജസ് അണക്കെട്ടാണ്. അതിനേക്കാളും വലിയ ഡാം നിർമ്മിക്കാൻ ചൈന തീരുമാനിച്ചിട്ടുണ്ട്. ഏത് നദിയാണ്? ബ്രഹ്മപുത്ര. അടുത്ത ചോദ്യം, 8ാമത് അന്താരാഷ്ട്ര ഫോക്ലോർ ഫിലിം ഫെസ്റ്റിവൽ 2025 ജനുവരി 10 മുതൽ കേരളത്തിൽ നടക്കുന്ന സ്ഥലം ഏതാണ്? തൃശ്ശൂരാണ്. അപ്പോൾ 8ാമത് അന്താരാഷ്ട്ര ഫോക്ലോർ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത് തൃശ്ശൂരാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ആണവ പരീക്ഷണ പദ്ധതികൾക്ക് തൻ്റേതായ സംഭാവനകൾ നൽകിയിരുന്ന ഈ അടുത്ത് അന്തരിച്ചൊരു വ്യക്തിയുണ്ട്. അതാരാണ്? ഡോക്ടർ രാജഗോപാല ചിദംബരമാണ്. അപ്പോൾ അന്താരാഷ്ട്ര മേഖലയിൽ നമ്മുടെ ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക? സംഭാവന നൽകിയ വ്യക്തിയാണ് ഡോക്ടർ രാജഗോപാല ചിദംബരം എന്ന് പറയുക. നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പദ്ധതിയുടെ പേരാണെന്ത്? ബുദ്ധൻ ചിരിക്കുന്നു അല്ലേ? അപ്പോൾ സ്മൈലിംഗ് ബുദ്ധയുടെ ശില്പിയാണ് ആര്? ഡോക്ടർ രാജഗോപാല ചിദംബരം അല്ലെങ്കിൽ ആർ ചിദംബരം. അദ്ദേഹം 88ാമത്തെ വയസ്സിലാണ് എന്ത് ചെയ്തത്? അന്തരിച്ചത്. അടുത്ത ചോദ്യം, അദ്ദേഹം 5 ആണവ സ്ഫോടനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു. അതേപോലെ ഇന്ത്യയെ ഒരു ആണവായുധ രാഷ്ട്രമാക്കി മാറ്റാൻ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ എന്ത് ചെയ്തു? പത്മവിഭൂഷൺ നൽകിയിട്ട് രാജ്യം ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? രാജഗോപാല ചിദംബരം. ഓർത്തോണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, ഉഭയകക്ഷി വരുണ അഭ്യാസത്തിൻ്റെ 42ാം പതിപ്പ് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ്? അപ്പോൾ വരുണ അഭ്യാസം എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യം തമ്മിലാണ്? ഫ്രാൻസുമായിട്ടാണ്. ഓക്കെ, 42ാമത്തെയാണ്. അപ്പം വരുണ അഭ്യാസം ഏതൊക്കെ രാജ്യമാണ്? ഇന്ത്യ, ഫ്രാൻസ്. അതേപോലെ 2025 സൂപ്പർ സൺ ദൃശ്യമായ ദിവസം എന്നാണ്? ജനുവരി 4ആണ്. ഏറ്റവും വലിയ പോന്നേറിയ സണ്ണാണല്ലേ സൂപ്പർ സൺ അല്ലേ? അപ്പോൾ 2025 സൂപ്പർ സൺ എന്നാണ്? ജനുവരി 4ആണ്. അതേപോലെ ഒരു ചോദ്യം, കേരള നവോത്ഥാനത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. അദ്ദേഹം മരിക്കുമ്പോൾ 48 വയസ്സായിരുന്നു. അപ്പം കേരള നവോത്ഥാനത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അടുത്ത ചോദ്യം, അപ്പോൾ ലോകത്തിലെ 3ാമത്തെ വലിയ മെട്രോ ശൃംഖലയുടെ ആസ്ഥാനമായി മാറിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അപ്പം ഈ കാര്യവും ഒന്ന് ഓർത്തിരിക്കുക. ആയിരത്തി 1984 ഉദ്ഘാടനം ചെയ്യപ്പെട്ട കൊൽക്കത്ത മെട്രോയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ എന്ന കാര്യവും ഓർത്തിരിക്കുക. ഇന്നത്തെ ചോദ്യം, 82ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്ത് ദ ബ്രൂട്ടലിസ്റ്റ് ആണ്. ദ ബ്രൂട്ടലിസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ എയർ ഷോയായ എയ്റോ ഇന്ത്യയുടെ 15ാമത് എഡിഷൻ 2025 ഫെബ്രുവരി 10 മുതൽ ഫെബ്രുവരി 14 വരെ നടക്കും. ഏത് സ്ഥലത്താണ് നടക്കുക? ബാംഗ്ലൂരിലാണ് നടക്കുക. യേലഹങ്ക എയർബേസിൽ നടക്കും. അടുത്ത ചോദ്യം 2025 ജനുവരി 6 പഞ്ചായത്ത് സേ പാർലമെൻറ്റ് 0.2 ഉദ്ഘാടനം ചെയ്തത് ആരാണ്? പഞ്ചായത്ത് സേ പാർലമെൻറ്റ് 2.0 ഉദ്ഘാടനം ചെയ്തതാരാണ്? ലോകസഭാ സ്പീക്കർ ഓം ബിർളയാണ്. ഉദ്ഘാടനം ചെയ്തത്. എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ പ്രതിനിധികളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2025 ജനുവരി 6 ദേശീയ വനിതാ കമ്മീഷൻ പഞ്ചായത്ത് സേ പാർലമെൻറ്റ് 2.0 ആരംഭിച്ചു. അപ്പോൾ പഞ്ചായത്ത് സേ 2.0 ആരംഭിച്ചതാരാണ്? ദേശീയ വനിതാ കമ്മീഷനാണ്. 2025
5 ജനുവരി 6-നാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ആദിവാസി സമൂഹങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ പ്രതിനിധികളെ ശാക്തീകരിക്കുക. അടുത്ത ചോദ്യം, മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ വിളക്കിൻ്റെ പേര് എന്താണ്? തേജസ്വിനിയാണ്. തേജസ്വിനി എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തത്, രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടെത്താൻ റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം ഒരുക്കിയ IIT ഏതാണ്? ഗുവാഹത്തിയാണ്. ഗുവാഹത്തി. അടുത്ത ചോദ്യം, സുപ്രീം കോടതിയുടെ പുതിയ ജഡ്ജി ആരാണ്? വിനോദ് ചന്ദ്രനാണ്. വിനോദ് ചന്ദ്രൻ. സുപ്രീം കോടതിയുടെ പുതിയ ജഡ്ജി ആരാണ്? വിനോദ് ചന്ദ്രൻ. അടുത്ത ചോദ്യം, ഇമ്പോർട്ടൻ്റ് ആണ്. കേരള പോലീസിൻ്റെ പാസിംഗ് ഔട്ട് പരേഡിലെ പ്രതിജ്ഞയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതിന് പകരം ഉപയോഗിക്കുന്ന വാക്ക്, പുതിയ വാക്ക് ഏതാണ്? സേനാംഗം. സേനാംഗം. അതേപോലെ പാസിംഗ് ഔട്ട് പരേഡിൽ ലിംഗഭേദമില്ലാതെ സത്യപ്രതിജ്ഞ ചെയ്ത് കേരള പോലീസാണ് കേട്ടോ. അടുത്ത ചോദ്യം, ക്യാമ്പസിൽ വ്യവസായശാല പദ്ധതിയിലെ സംസ്ഥാനത്തെ ആദ്യ യൂണിറ്റ് ആരംഭിക്കുന്നത് എവിടെയാണ്? പാലക്കാട് ഗവൺമെൻറ് പോളിടെക്നിക് സ്കൂളാണ്. പോളിടെക്നിക്. അടുത്ത ചോദ്യം, 2025 ജനുവരി 14 മുതൽ ISROയുടെ പുതിയ ചെയർമാനായി വരുന്നതാരാണ്? അല്ലേ, വന്നു 2 ദിവസമായി അല്ലേ? വന്നതാരാണ്? ഡോക്ടർ വി നാരായണനാണ്. അപ്പോൾ ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയോളൂ. അടുത്ത ചോദ്യം, 2025 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പുതുവർഷ കലണ്ടറിൻ്റെ തീം എന്താണ്? പബ്ലിക് വെൽഫെയർ ത്രൂ പബ്ലിക് പാർട്ടിസിപ്പേഷൻ.